ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒട്ടും മൂടില്ല പുറത്തോട്ട് പോകാനും സംസാരിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും. കാരണം ഞാൻ ഇന്നലെ പീരീഡ്സ് ആയിട്ട് നല്ല വയറുവേദന ഉണ്ട്. ഗുളിക കഴിച്ച് അതിൻ്റെ ഒരു ബലത്തിൽ നടക്കുവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആഗ്രയിലാണ്. ഇന്നലെ നൈറ്റാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങി. സത്യം പറഞ്ഞ എന്ത് 8 മണിയാ, നല്ല തണുപ്പും നല്ല മഞ്ഞും ഉണ്ട്. എനിക്കാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനേ മൂടില്ല, റൂമിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം അത്രക്കും വയറുവേദന ഉണ്ട് പീരീഡ്സിൻ്റെ. അപ്പം ചുരിദാറൊക്കെ താജ്മഹലിൽ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാ. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. ഇവിടുത്തെ മഞ്ഞ് കാണിച്ചു തരാം. ഞാൻ അവിടെ വന്ന് നോക്കിയായിരുന്നു. ഇപ്പം അന്യായ തണുപ്പാണ്, ഒരു രക്ഷയില്ല. എന്താ ജമന്തിത്തോട്ടതാ മഞ്ഞ കളർ കാണുന്നില്ലേ? ഈ ഹോട്ടലിൽ നിന്നാല് താജ്മഹലിന്റെ ഇത് കാണാന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല ഈ മഞ്ഞ് കാരണം. 12:30 1 മണിയായി. ഇപ്പോഴും രാവിലെ 8 മണിയായ ഒരു പ്രകൃതിയാണ്. എന്തായാലും ഞങ്ങളിനി പോട്ടെ. വിശക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ച് രാവിലെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എണീറ്റപ്പോൾ തന്നെ ഒരു ടൈമായി. ഞാൻ ആ വയറുവേദനയായിട്ട് കിടന്നിട്ട് അങ്ങനെ എണീറ്റില്ല. അവർ ഈ റൂമിലുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും പോട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് മെയിൻ റോഡ് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഊബർ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണാൻ വെച്ചിരിക്കും നോക്ക്. അപ്പം എന്തായാലും പോട്ടെ. എൻ്റെ പൊന്നോ, തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ശനിയാഴ്ച വേറെ ഷർട്ടുണ്ട്, ജാക്കറ്റ് ഇട്ടേക്കാണ്. തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ വയറുവേദന കൊണ്ട് നടക്കാനും മേല. ഞാൻ ഗുളിക കഴിച്ചു, പക്ഷെ കുറവൊന്നും ഇല്ല. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഉച്ചക്ക് എന്തെങ്കിലും 1 മണിയായി എന്തെങ്കിലും കഴിക്കണം. നമ്മൾ താജ്മഹലിൻ്റെ എൻട്രൻസിലെത്തിന്. ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ എന്തോ നടക്കണമെന്നാണ് പറഞ്ഞത്. നടന്നതിൻ്റെ അകത്തോട്ട് പോട്ടെ. രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കണ്ടൊരു കടയിൽ കയറി സമൂസയും പിന്നെ ന്യൂഡിൽസും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സമൂസയും ന്യൂഡിൽസൊക്കെ വൻ ദുരന്തമായിരുന്നു. സമൂസാൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞ് വിവരിക്കാൻ പറ്റത്തില്ല, അത്രയും മോശമായിരുന്നു. പിന്നെ ന്യൂഡിൽസ് ആണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. മത്തിക്കറിയില്ലേ, മുളകിട്ട് വെക്കുന്ന മത്തിക്കറിയുടെ ആ ഒരു ചാറിലോട്ട് ന്യൂഡിൽസ് വേവിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഞാനും അവള് സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കോഫി മാത്രമാണ് കുടിച്ചത്. പിന്നെ ഷിനാജും മറ്റവനും അതെങ്ങനെയൊക്കെയോ കഴിച്ചിറക്കിയെന്ന് പറയാം. കാരണം നമ്മളെ പൈസ വെറുതെ പോകുമല്ലോ. നമുക്ക് അത്രയും വിശന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിച്ചത്. പക്ഷേ വൻ ഫ്ലോപ്പായിരുന്നു. ഇതൊക്കെ കഴിച്ചപ്പോഴാണ് ശരിക്കും നമ്മൾ അപ്പൂസ് ഹോട്ടലിനെ നല്ലപോലെ മിസ് ചെയ്തത്. കണ്ടില്ലേ ഷിനാജിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. പിന്നെ നമുക്കാണ് കേട്ടോ ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും പറ്റാത്ത. അവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ വന്ന് കഴിച്ചിട്ട് വാങ്ങിയിട്ട് ഫുള്ള് സാധനം തിന്നിട്ടാണ് പോണത്. നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് പറ്റാഞ്ഞിട്ടാണ്. ഫുഡിനെ പറ്റി എന്തൊക്കെയോ ഷിനാജ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടാണ്. പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കടയിൽ. അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ മ്യൂസിക് ആഡ് ചെയ്യാത്തത്. പിന്നെ എനിക്ക് ഡൽഹിയിലും ആഗ്രയിലും നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ആഗ്ര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഡൽഹി തന്നെയാണ് കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത്. ചായ കുടിച്ചിറങ്ങി വീണ്ടും താജ്മഹലിൻ്റെ എൻട്രൻസിലോട്ട് പോകും. നേരത്തെ കാണിച്ചതല്ല കേട്ടോ എൻട്രൻസ്. അപ്പോൾ നേരത്തെ കാണിച്ചത് എന്താ വെച്ചാൽ ടിക്കറ്റ് കൗണ്ടറാണ്. ഓ എന്ത് രസം നോക്കി, എന്തൊരു ഭംഗിയത്. നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ഫീസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. കാരണം കുറച്ചായില്ലേ നമ്മൾ പോയി വന്നിട്ട്. എൻ്റെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ കൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. നടക്കാൻ തന്നെ ഉള്ള കാര്യമായിട്ട് ഫുള്ള് നടക്കല. നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഉള്ളിൽ കയറാനും എടുത്തില്ല, പുറത്തത്തെ. ഉള്ളിലേക്ക് എത്ര 250 അല്ലേ ഒരാൾക്ക്? പുറത്ത് മാത്രം 50 ഒരാൾക്ക്. വേണമെങ്കിൽ എടുത്താൽ മതി ഉള്ളിൽ കയറി കാണണമെങ്കിൽ. ഗുളിക എന്നെ രക്ഷിച്ചു. അപ്പം ഞാൻ ഓക്കെയാണ്, അതുകൊണ്ടൊരു സമാധാനം.
പിന്നെ എൻ്റെ ജിൽജിലായിട്ട് നിൽക്കുന്ന ഓറഞ്ച് ചുരിദാർ പ്രറ്റി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ. കുറേ ആയി സെൻഡ് ചെയ്ത് തന്നിട്ട്. എനിക്ക് ഒന്ന് ലാസ്റ്റ് പെരുന്നാളിലാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. പക്ഷേ ബാക്കിൽ കഴുത്ത് നല്ലോണം ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇത്രയും നാളും ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും അത് അവിടെ ഇരിക്കുമല്ലേ, അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തിട്ട് താജ്മഹൽ വരുമ്പോഴത്തേക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നേരം ആ ഒരു ചുരിദാർ ഇടാന്ന് ഓർത്തിട്ടാണ് ഞാനത് ശരിയാക്കി കൊണ്ടുവന്നത്. കാര്യമായിട്ട് ഫോട്ടോൻ്റെ ഓരോ പോസിങ് കണ്ടുപിടിക്കണം രണ്ടുപേരും കൂടെ. പോകണം, സാധനം വാങ്ങണം, ഒക്കെ ചെയ്യണം. ടൈൽസ് അല്ലേ ഇത്? ഗ്രാനൈറ്റ്. ഇവിടെ കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് കാല് കഴിച്ചിട്ട് വന്നിരുന്നതാ. ഇവിടെ കാണുന്നില്ലല്ലോ. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. വാതിക്കത്തെ കടയിൽ നിന്ന് മാഗി വാങ്ങിച്ചിട്ട് എൻ്റെ പൊന്നോ, മത്തിയില്ലാത്ത മത്തിക്കറി, ആ ടേസ്റ്റ്. സിനാജും മറ്റവനും കഴിച്ചു, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അടിപൊളി. കോഫി മാത്രം കുടിച്ചിന് പുറത്തിറങ്ങിയിട്ട് വേണം എല്ലാം കഴിക്കാൻ. 1-2 കഫ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. കഫേ അത്യാവശ്യം നീറ്റ്നെസ് ഉള്ള 2-3 കഫ ഉണ്ട്. അവിടെ നിന്ന് എവിടുന്നേലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം.